സിനിമ ഇൻഡസ്ട്രിയിലൊക്കെ നടക്കുന്ന ചീഞ്ഞു നാറുന്ന കഥകൾ ഇന്ന് കണ്ടും വായിച്ചും നമ്മുടെ മനസ്സ് മലിനായിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ വിധത്തിലുള്ള വൃത്തികേടുകളാണ് ഓരോരുത്തരും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2006 ലോക സിനിമയിൽ ഇങ്ങനെ ഒരു വിപ്ലവം തുടങ്ങുന്നത്, മീ ടു ക്യാമ്പയിൻ എന്നും പറഞ്ഞിട്ട് അമേരിക്കയിൽ. അത് 10 വർഷം നീണ്ടു നിന്നിട്ടാണ് ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. 2016 ഇന്ത്യയിലെ സിനിമാ ഇൻഡസ്ട്രിയിൽ ഉള്ളിൽ നടക്കുന്ന വൃത്തികേടുകൾ ഓരോരുത്തരും അനുഭവസ്ഥർ വ്യക്തമായ രീതിയിൽ വിശദീകരിച്ചു കൊണ്ടേയിരുന്നു. ഇപ്പൊ നമ്മുടെ കേരളത്തിലേക്കും അത് കടന്നു വരുന്നു. വയറ്റപ്പഴപ്പിന് വേണ്ടി പലരുടെയും മുന്നിൽ മുണ്ടടിക്കുന്ന സോണാഗച്ചിയിലെ പെണ്ണുങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1ഉം 2ഉം അല്ല, 25,000-ഓളം. പശ്ചിമ ബംഗാളിലെ ഇരുണ്ടൊരു ലോകമാണത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അവർക്കും സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവിടത്തേക്ക് പോലീസ് സംവിധാനങ്ങൾക്കൊന്നും പ്രവേശനമില്ല. നമ്മൾ പണ്ടേ കേൾക്കുന്നതാണ് റെഡ് സ്ട്രീറ്റ് ബോംബെയിലുള്ളത്. അവിടേക്കുള്ള പെണ്ണുങ്ങളെ വളരെയേറെ മോശമായ രീതിയിലാണ് അവരുടെ പ്രവൃത്തിയുടെ ഫലം കൊണ്ട് തന്നെ സമൂഹം കാണുന്നത്. പക്ഷേ അതേ വൃത്തികേട് ചെയ്യുന്നവരെ കുറിച്ച് കേരളം പുതിയ പേരിട്ട് വിളിക്കുന്നത് പ്രമുഖനെന്നും പ്രമുഖ എന്നുമാണ്. എന്തുകൊണ്ട് ഈ വിധത്തിലേക്ക് സമൂഹം ചീഞ്ഞു നാറുന്നു? ഒരു 10-20 കൊല്ലമായി സിനിമാ രംഗത്തുള്ള വിമർശകർ പറയുന്ന ഒരു കാര്യമുണ്ട്. കുടുംബ ബന്ധത്തെ ഇല്ലാതെയാക്കാനാണ് സിനിമ നൽകുന്ന ഏറ്റവും പുതിയ പ്രചോദനമെന്ന്. സിനിമ മാത്രമല്ല, ഫെമിനിസം എന്ന് പറയുന്ന സ്ത്രീ വിമോചനത്തിന്റെ പേരിൽ രൂപപ്പെട്ട പ്രസ്ഥാനം അതിനുവേണ്ടിയാണ് കഠിനാധ്വാനം ചെയ്തത്. സ്ത്രീകൾ പലപ്പോഴും പീഡിപ്പിക്കപ്പെടുന്നു എന്നാണ് അവർ മുന്നിൽ വെച്ച പ്രധാനപ്പെട്ട ഇഷ്യൂ. സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അവർ പറഞ്ഞു വരുത്തി അത് കുടുംബ ബന്ധം നിലനിൽക്കുന്നത് കൊണ്ട്. കാരണം കുടുംബത്തിലുണ്ടാവുമ്പോഴാണ് പെണ്ണ് 2ാം സ്ഥാനത്തേക്ക് പോകുന്നത്. ഭർത്താവിനാണ് ഭാര്യയെ ഭർഷിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് കുടുംബമില്ലാതെയാവണമെങ്കിൽ എന്ത് ചെയ്യണം? വിവാഹം ഇല്ലാതെയാകണം. നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിൽ 35,000-ഓളം പെൺകുട്ടികൾ ഞങ്ങൾക്ക് വിവാഹത്തിൽ താല്പര്യമില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റു ചില കണക്കുകൾ അതിനേക്കാൾ ഭീകരമാണ്. വിവാഹത്തിൽ താല്പര്യമേ ഇല്ല, പിന്നെ അടിച്ചുപൊളിച്ച് ജീവിക്കണം. അതിന് കുറേയേറെ സമ്പത്ത് വേണം, സമ്പത്തിന് പറ്റുന്ന ജോലി വേണം, ജോലിക്കാത്രമുള്ള പഠനവും വേണം. എന്നിട്ട് പണം കൊണ്ട് അടിച്ചുപൊളിച്ച് ജീവിക്കണം. പിന്നെ അവരുടെ ലൈംഗിക താല്പര്യങ്ങളോ, അതിന് വിവിധങ്ങളായ മാർഗങ്ങളുണ്ട് അവരുടെ മുമ്പിൽ. ലിവിങ് ടുഗദർ കുറെ ആൾ മുന്നോട്ട് വെക്കുന്നത് അതാണ്. നമ്മുടെ സാംസ്കാരികമായി പ്രബുദ്ധമെന്ന് പറയുന്ന കേരളത്തിൽ പോലും കഴിഞ്ഞ വർഷത്തിൽ വലിയ വിവാദമായി കടന്നു വന്നതാണ് വൈഫ് സൈപ്പിംഗ്, ഭാര്യമാരെ വെച്ചു മാറൽ. 10,000-ഓളം ആളുകൾ ആ ഗ്രൂപ്പിലുണ്ടെന്നാണ് പോലീസ് പറഞ്ഞത്. ഭയങ്കരമായി വാർത്തകൾ വന്നു. പക്ഷെ അത് കെട്ടടങ്ങിപ്പോയി. കാരണം IPC 377 എന്ന് പറയുന്ന